അസ്സലാമു അലൈക്കും. ഞാൻ പൊട്ടറ്റോ വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 9 പൊട്ടറ്റോ എടുത്ത് അതിന് ഇതേമാതിരി ഉടച്ചിട്ടെടുക്കണം. പൊടിയാക്കി കണ്ടിരിക്കാൻ നേരം അപ്പം അങ്ങനെ മിക്സ് ആക്കണം. അതിന് മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിൽ എടുത്തിട്ട് വെക്കണം. ഒരു സൈഡിൽ എടുത്തിട്ട് വെച്ചിട്ട് ഒരു മിക്സറിലില്ലേ കുറച്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പിടി പച്ചമുളകില്ല കൂടുതൽ എടുക്കണം, കുറച്ച് എരിവിനനുസരിച്ചിട്ട്. ഇങ്ങനെ നല്ല ഇത് കണ്ട നല്ല അരിയും കയല അത് ഇതേമാതിരി പൊടിച്ചിട്ടെടുക്കണം. പൊടിച്ചിട്ടെടുത്തിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ വെക്കണം. ഇതേമാതിരിയാണ് വെള്ളം ഒഴിക്കാതെ പൊടിച്ചിട്ടെടുക്കണം. ഇതെടുത്ത് പിന്നെ ഒരു സൈഡിൽ അടുപ്പിലില്ലേ ഫ്രൈ പാൻ വെക്കണം. ഫ്രൈ പാൻ വെച്ചിട്ട് ഇത് എണ്ണ ഇട്ടേ പിന്നെ കടുക് ഇടണം. കടുക് ഇട്ടിട്ട് കറിച്ചപ്പിടണം. പിന്നെ കുറച്ച് ജീര ഇടണം. ജീര ഇട്ടിട്ട് കുറച്ച് ഇതായി പിന്നെ ഞാൻ ഇല്ലടി കൊത്തമ്പാരിയില്ല കുറച്ച് കുത്തിയിട്ട് എടുക്കണേ. കൊത്തമ്പാരി ഇട്ടങ്ങായി കൊത്തമ്പാരി ഇട്ടിട്ട് മിക്സ് ആക്കിയാൽ പിന്നെ ഇല്ലേ മുളക് ഈ ഇടിമുളക് ഇല്ലേ മുളക് ഇടണം. പിന്നെ ഈ അരച്ചിട്ടെടുത്ത മസാല ഇല്ലേ ഇതിനിട്ടിട്ട് നല്ല മിക്സ് ആക്കണം. ഇതിനെടുത്തിട്ട് നല്ല മിക്സ് ആയിട്ട് വെളുത്തുള്ളി ഇഞ്ചിൻ്റെ മണം മാറുന്നില്ലേ. എന്നാൽ പിന്നെ കുറച്ച് ഈങ്ങറിയോ പെരുംജീരകം അതിടണം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മിക്സ് ആക്കണം. ഇതിങ്ങനെ മിക്സ് ആക്കിയ പിന്നെ നമ്മൾ ഈ ബട്ടാട്ട പൊടിയാക്കിയിട്ട് വെച്ചിട്ടില്ലേ ഈ ബട്ടാട്ടക്ക് നമ്മൾ ഇട്ടിട്ട് നല്ല ഇതിനെ കയ്യിൽ നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കണം. നല്ല മണം പോയ പിന്നെ ഇരിക്കണം. ഇട്ടേ പിന്നെ നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കണം. എന്താക്കണം അറിയോ, കൊത്തമീർ ഉപ്പിട്ടേ പിന്നെ കൊത്തമീർ ഇടണം. എനിക്ക് ബട്ടാട്ടയ്ക്ക് വേവിക്കുമ്പോൾ ഇട്ടണല്ലേ ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ടാൻ കായി. പിന്നെ അങ്ങനെ മിക്സ് ആക്കിയിട്ട് ഇതേമാതിരി ഉണ്ടാക്കിയിട്ട് എടുത്താൻ കായി. ഇനി ഉണ്ടാക്കിയിട്ട് എടുക്കണം ഡപ്പാവിൻ്റെ. അതിന് വേണ്ടിയിട്ട് കൊത്തമീർ എടുത്തിന് പുതിന കുറച്ചെടുക്കണം. കൊത്തമീർ പുതിന കാട്ടി ഡബൽ എടുക്കണം. നന്നെടുക്കണം. 4-5 പച്ചമുളക് ഇട്ടിന് കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു അര ചെറുപുളി എടുത്ത പിന്നെ കുറച്ച് ഉപ്പിടണം. കറുത്ത ഉപ്പിടണം. പിന്നെ പഞ്ചസാര ഇടണം 1 സ്പൂണ് നിറച്ചു. പിന്നെ ചാട്ട് മസാല 1 സ്പൂണ്, ജീര പൗഡർ കറിച്ചപ്പ് കുറച്ചിടണം. കറിച്ചപ്പിട്ട പിന്നെ ദയ്യിടണം. ദയ്യിട്ട് പിന്നെ അരച്ചിട്ട് എടുക്കണം. അരച്ചിട്ട് എടുത്ത പിന്നെ ഇന്നത് ഒരു സൈഡിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് പിന്നെ ഒരു സൈഡിൽ വെച്ചാൽ കഴിയും. അത് വെച്ച പിന്നെ ഞാൻ ഇത് കടലമാവില്ലേ കടലമാവ് എടുത്തിന് കടലപ്പൊടി എടുത്തിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ബേക്കിംഗ് പൗഡറും കുറച്ച് ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഞമ്മയില്ലേ കുറച്ച് വെള്ളം ഒഴിക്കണം. കൂടുതൽ ഒക്കെ ഒരേയിൽ നന്നായിക്കാൻ പാടില്ല. ഇതിനെ മിക്സ് ആക്കണം. ഈ ആട്ടപ്പൊടിനെ വങ്ങല മിക്സ് ആക്കിയ പിന്നെ കുറച്ച് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് വങ്ങല മിക്സ് ഒരേയിലൊക്കെ ഒഴിക്കാൻ പാടില്ല. കുറച്ചൊക്കെ പങ്ങല അതിനെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഒരു 10 മിനിറ്റ് നല്ല ഇതാണ് മിക്സ് ആക്കിയ പിന്നെ ഞാൻ ചൂടാക്കാൻ എണ്ണ വെച്ചിട്ടില്ല. ഞാൻ നല്ല ചൂടെണ്ണയിൽ കൊയ്ക്കണം. 1 സ്പൂൺ അങ്ങനെ ഒഴിച്ചാൽ കഴിഞ്ഞ 1 സ്പൂൺ ഒഴിച്ചിട്ട് ഇതിനെ വങ്ങല മിക്സ് ആക്കിയപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടില്ലേ അതിന് ഇതേ ഈ ആട്ടൊക്കെ മുക്കിയിട്ട് എണ്ണ കിട്ടാൻ ഇങ്ങനെ ഇതേമാതിരി എണ്ണ കിട്ടിയിട്ട് എടുത്താൻ കഴിയും. എല്ലാം ഇതേമാതിരിയായിട്ട് നല്ല ടേസ്റ്റ് തിന്നാൻ. ഇങ്ങനെ എന്നെ ഒരിക്കലും ഉണ്ടാക്കിയിട്ട് നോക്കാമല്ലോ. നല്ല ടേസ്റ്റ് വീട്ടിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടും നല്ല ടേസ്റ്റ് ബമ്പായി പൊട്ടറ്റോ വട.